ഈശോയിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയാണ് ബ്രദർ ലോറൻസ്. വലിയ പ്രസംഗകനായിട്ടോ എഴുത്തുകാരനായിട്ടോ ഒന്നുമല്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. തൻ്റെ സന്യാസ ആശ്രമത്തിൽ അടുക്കളയിൽ പാത്രം കഴുകിയാണ് അധിക സമയവും അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. ഒരിക്കൽ ആശ്രമത്തിലെ മറ്റ് സന്യാസികൾ ബ്രദറിനോട് ചോദിച്ചു, ഈ ജോലിയിൽ നിനക്ക് മടുപ്പ് തോന്നുന്നില്ലേ? മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: അടുക്കളയിലെ ശബ്ദങ്ങൾക്കിടയിലും ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് പോലെ അതേ ശാന്തി അനുഭവിക്കുന്നു. നാം എവിടെയായാലും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ദൈവസാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ കടമ. പ്രിയരെ, നാം ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്ന പ്രധാന സന്ദേശമാണ് ഏലിയ സ്ലീവ മൂശാക്കാലത്തിലെ 1-ാമത്തെ ഞായറാഴ്ചയിലെ 4 വചനവായനകളിലൂടെ തിരുസഭ മാതാവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായന പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ 40 പകലും 40 രാവും ദൈവസന്നിധിയിലായിരുന്ന മോശയെ നമുക്ക് കാണാം. ദൈവസന്നിധിയിൽ നിന്നും താഴെ ജനങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്ന മോശയുടെ മുഖം പ്രകാശപൂരിതമായതിനെ കുറിച്ചാണ് ഇന്നത്തെ 1-ാമത്തെ വായന. ഇന്നത്തെ 2-ാമത്തെ വായന ദിനവൃത്താന്തം 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ എല്ലാ പുരോഹിതന്മാരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചും ഗായകർ ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചും ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞതിനെക്കുറിച്ചാണ് ഇന്നത്തെ 2-ാമത്തെ വായന. ചുരുക്കത്തിൽ, ദൈവജനം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ തേജസ്സിനാൽ നിറയുന്ന ദേവാലയത്തെ നമുക്കിവിടെ കാണാം. ഇന്നത്തെ 3-ാമത്തെ വായന വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഭൗമികവും സ്വർഗീയവുമായ സാദൃശ്യങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ടത് ഭൗതിക ശരീരമായിട്ടാണെങ്കിലും ദൈവസന്നിധിയിൽ പുനർജീവിക്കേണ്ടത് ആത്മീയ ശരീരമുള്ളവരായിട്ടായിരിക്കണമെന്ന് ഇന്നത്തെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് ലേഖ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ സ്ലീഹന്മാർ ദൈവസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ രൂപാന്തരണം മാത്രമല്ല ഇവിടെ കണ്ടത്, മറിച്ച് മറ്റ് പല കാര്യങ്ങൾക്കും സാക്ഷികളാകുകയും കൂടി ചെയ്യുകയായിരുന്നു. യേശുവിൻ്റെ രൂപാന്തരണ വേളയിൽ ഏലിയായെയും മോശയെയും സ്ലേഹന്മാർ കാണുന്നുണ്ട്. ഇവർ പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെയും നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ ക്രിസ്തു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ സമാഗമ കൂടാരം മേഘത്താൽ ആവരണം ചെയ്യപ്പെടുമ്പോൾ ജനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നതായിരുന്നു യഹൂദ വിശ്വാസം. അതുപോലെ ക്രിസ്തുവിൻ്റെ രൂപാന്തരണ വേളയിൽ ദൈവസാന്നിധ്യം സ്വരമായും മേഘമായും സ്ലീഹന്മാർ അനുഭവിക്കുന്നത് നാം ഇവിടെ ധ്യാനിക്കുന്നു. അവസാനമായി ഏലിയായുടെ വരവിനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുന്നു. എന്നാൽ ഏലിയ വന്നു കഴിഞ്ഞുവെന്നും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തുവെന്നും ക്രിസ്തു മറുപടി നൽകുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഏലിയായുടെ പുതിയ നിയമ പ്രതിരൂപമാണ് സ്നാപക യോഹന്നാൻ. തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഹെറോദോസ് രാജാവും ഹെറോദിയ രാജ്ഞിയും സ്നാപക യോഹന്നാനെ വധിച്ചു എന്നാണ് ക്രിസ്തു ഇവിടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയരെ, ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവൻ്റെ കടമയാണ്. ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നത് എല്ലാ സമയവും ദേവാലയത്തിലും പ്രാർത്ഥനാമുറിയിലും ആയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നിടത്ത്
നാം ആയിരിക്കുക എന്നതാണ്. അങ്ങനെ മോശയും പുരോഹിതന്മാരും ദൈവജനവും പത്രോസും യാക്കോബും യോഹന്നാനും ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ തേജസ് അവർക്ക് അനുഭവഭേദ്യമായത് നാം കണ്ടില്ലേ? അങ്ങനെ ദൈവസന്നദ്ധയിലായിരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.